ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമ്പോൾ, ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാകുമ്പോൾ, വലിയ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയാറില്ലേ? നല്ല കാര്യമാണ്, കാരണം ദൈവമക്കൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. പക്ഷെ ഒരു ചോദ്യം, ദൈവത്തെ സ്തുതിക്കേണ്ടത് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയങ്ങൾ മാത്രമാണോ? ജീവിതത്തിൽ സുഖകരമായിരിക്കുന്ന സമയങ്ങളിൽ മാത്രമാണോ ദൈവം നല്ലവൻ? ഇവിടെയാണ് ദാവീദ് പറഞ്ഞ വചനത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാവീദ് പറയുന്നത് ജീവിതത്തിൽ എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കുമ്പോൾ മാത്രമല്ല, ഏത് സാഹചര്യത്തിലായാലും ദൈവത്തെ സ്തുതിക്കണമെന്നാണ്. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലിരിക്കും. ഈ എപ്പോഴും എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതിൽ നല്ല സമയങ്ങൾ ഉൾപ്പെടുന്നു, കഷ്ടതയുടെ സമയങ്ങൾ ഉൾപ്പെടുന്നു, സന്തോഷത്തിൻ്റെ ദിവസങ്ങളുണ്ട്, വേദനയുടെ രാത്രികളുണ്ട്, ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളുണ്ട്, കണ്ണുനീർ നിറഞ്ഞ നിമിഷങ്ങളുണ്ട്. മനുഷ്യനെ ഏറ്റവും വേഗത്തിൽ പാപത്തിലേക്ക് വീഴിക്കാൻ കഴിയുന്ന അവയവങ്ങളിൽ ഒന്നാണ് നാവ്. നല്ല സമയങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പരാതിയും നിരാശയും സംസാരിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഇയ്യോബ് 2:10 ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്ന നാം തിന്മയും കൈക്കൊള്ളേണ്ടതല്ലയോ? എല്ലാം നഷ്ടപ്പെട്ട സമയത്തും ചുറ്റുമുള്ളവർ കുറ്റപ്പെടുത്തിയപ്പോഴും വേദനയും പരീക്ഷണങ്ങളും ജീവിതത്തെ മൂടിയപ്പോഴും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. കാരണം ദൈവം നന്മ നൽകുമ്പോൾ മാത്രമല്ല, കഷ്ടതയുടെ നടുവിലും തന്നോടൊപ്പം ഉണ്ട് എന്നത് ഇയ്യോബ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് വേദനയുടെ നടുവിലും അവൻ ദൈവത്തെ കുറ്റപ്പെടുത്താതിരുന്നത്. ഇന്ന് നിങ്ങളും ചിലപ്പോൾ ഇതേ സാഹചര്യത്തിലായിരിക്കാം. ചില പ്രാർത്ഥനകൾക്ക് ഇപ്പോഴും മറുപടി ലഭിച്ചിട്ടുണ്ടാകില്ല, ചില മാറാത്ത വേദനകളുണ്ടാകാം. പക്ഷേ ആ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവത്തോട് നന്ദിയുള്ളവരായി തുടരുക. പരാതിക്ക് പകരം സ്തുതി തിരഞ്ഞെടുക്കുക. നിരാശയ്ക്ക് പകരം വിശ്വാസം സംസാരിക്കുക. നന്മയായാലും പരീക്ഷണങ്ങളിലായാലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുക. അങ്ങനെയാകുമ്പോൾ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിലായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദാവീദ് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ ദൈവം ഇടയാക്കും.